വിഷ്ണു ശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശാരികയ്ക്ക് സീരിയസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവനും ശാലിനിയും കൂടിയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഡോക്ടർ പറയുന്നുണ്ട്, മോളെ ഒന്ന് കാണിക്കാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ ശാരികയുടെ പകുതി അസുഖം കുറഞ്ഞേനെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആണെങ്കിൽ ശിവനാണെങ്കിൽ നേരത്തെ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കണ്ടെത്തിയ ഒരു അമ്മയും കുഞ്ഞിനെയും തിരക്കി പോകാനായിട്ട് കമലിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതനുസരിച്ച് കമലിനാണെങ്കിൽ അവരെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആ അമ്മയും കുട്ടിയും കൂടി കൂട്ടിക്കൊണ്ട് വരികയാണ്. ശാരികയാണെങ്കിൽ അന്നേരം ഒരു പാതി മയക്കത്തിലാണ്. കണ്ണ് നേരെ ഇങ്ങനെ തുറന്ന് നോക്കണില്ല, ഒരു മയക്കം എന്ന പോലെ കിടക്കുകയാണ്. തുടർന്ന് ദാ മോള് എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് ശാരിക അടുത്തേക്ക് ഇങ്ങനെ കിടത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ശാരിക കറക്റ്റ് നോക്കുന്നില്ല, ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നേ ഉള്ളൂ, ചേർത്തൊക്കെ പിടിച്ച് കിടത്തുകയാണ് ചെയ്യുന്നത്. അന്നേരം ഡോക്ടർ ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ശാരികയുടെ കുട്ടി അല്ല എന്നുള്ളത്. അന്നേരം ശാലിനിയോട് ഡോക്ടർ പറയുന്നുണ്ട്, സ്വന്തം കുട്ടിയല്ല എന്നുള്ളത് മനസ്സിലാക്കിയതിൽ ശാരികയുടെ പ്രതികരണം എങ്ങനെയാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്നേരം ഒരു തൽക്കാല ആശ്വാസം എന്നുള്ളോണം ശാരികയ്ക്ക് വരുന്നുണ്ട്. അതിനുശേഷം ആ കുഞ്ഞിനെ ആ ഒരു അമ്മയുടെ അടുത്ത് കൊടുത്ത് തിരിച്ച് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എന്തായാലും ശാരിക ചോദിക്കില്ലല്ലോ മോളെവിടെ എന്നുള്ളത്, കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ചോദിക്കില്ലായിരിക്കും. അതിന് ശേഷം കാണിക്കുന്നത് ശാലിനി വീണ്ടും ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആ ഒരു റൂമിൻ്റെ വെളിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ശിവനോട് പറയുന്നുണ്ട്, ഇനി ഒരു കാലത്ത് ശാരികേച്ചിയും പറയും സ്വന്തം കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞിനെ കാണിച്ച് ഞാൻ പറ്റിച്ചു എന്നുള്ളത് ചേച്ചിയും പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ വിഷ്ണുവിൻ്റെ കാര്യം സംസാരിക്കുന്നു എന്ന് തോന്നുന്നു. വിഷ്ണുവേട്ടൻ പോയതുപോലെയെന്നോ സത്യാമ്മ ഇപ്പോൾ പറഞ്ഞതുപോലെയെന്നോ എന്തോ ഒന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കമലൻ കേൾക്കുന്നുണ്ട്. കമലിന് ഇങ്ങനെ ആകെ അന്തം വിട്ട് ഇങ്ങനെ ഷോക്കിൽ നിൽക്കുകയാണ്. എന്നിട്ട് കമലിനിങ്ങനെ ശാലിനി അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറ്റിക്കുന്ന ആളാണ്, വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആളുകളെ വരെ ചീറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളൂല, നിങ്ങൾ ചതിക്കുമെന്നിങ്ങനെ ശാലിനിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ആകെ വിഷമിച്ചൊരു ശങ്ക തകർന്നെന്ന പോലെ രീതിക്ക് കമലിന് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതായത് വിഷ്ണു മരിച്ചു എന്നുള്ളതും പിന്നെ കമലിന് അവിടെ അറിയുകയാണെന്ന് തോന്നുന്നു. എന്നിട്ട് ശാലിനി ഇത്രയും നാളും അറിഞ്ഞിട്ട് പറഞ്ഞില്ല എന്നുള്ള കാര്യമാണെന്ന് തോന്നുന്നു അവിടെ കമലിന് ബോധ്യമാകുന്നത്. ആ ഒരു ഡയലോഗ് കാണിക്കുന്നില്ല, പക്ഷേ ആ ഒരു കമലിൻ്റെ ഒരു സംഭാഷണത്തിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാവുന്നത്. തൻ്റെ ആശൻ പോയി എന്നുള്ളത് അറിഞ്ഞിട്ടും ശാലിനി ആരോടും പറഞ്ഞില്ല, മറച്ചു വെച്ചു, ഇങ്ങനെ കൂടെ നിന്ന് ചതിച്ചു എന്നൊക്കെയാണ് കമലിനും അവിടെ കരുതുന്നത്. അതിനുശേഷവും ശാലിനി ഒന്നും പറയാനാകാതെ ഇങ്ങനെ വിഷമിച്ച് ആ ഒരു ഭിത്തിയിലേക്ക് ചാരി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ശിവനും ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ചാണ് കമലിന് ഇങ്ങനെ എല്ലാവരും കേൾക്കെ തന്നെ ശാലിനി ഇങ്ങനെ പറയുന്നത്, എന്നിട്ട് ഇറങ്ങി പോകുന്നതും ഒക്കെ. പക്ഷെ ശിവനും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ശിവൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ശ്യാമ എന്തായാലും ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ശാരികയോട് പറഞ്ഞിട്ടില്ല, രോഹിത് സമ്മതിച്ചില്ല ശ്യാമയെ വരാനായിട്ട്, അല്ലാതെ ശ്യാമ വന്നിട്ടുമില്ല. അപ്പോൾ ഇനി ശാരികയുടെ കുഞ്ഞിനെ എന്ത് സംഭവിക്കും, ശാരികയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കുഞ്ഞിനെ ആരുടെയും കൃഷ്ണമൂർത്തിയും കൂടി ദത്തെടുക്കുകയാണെങ്കിൽ കുഞ്ഞിനെ കിട്ടാനായിട്ട് വഴിയില്ലല്ലോ. അതിന് ശാരികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യും എന്താണെന്നുള്ളതൊക്കെയാണ്. പിന്നെ ശാരദാമ്മയെ ഇതുവരെ കാണിച്ചിട്ടുമില്ല, എങ്ങോട്ട് പോയി എന്ത് പോയി എന്നുള്ളതും ഒന്നും. ഗോപാലകൃഷ്ണനെയും കാണിക്കുന്നില്ല, ഗോപാലകൃഷ്ണനും അറിഞ്ഞില്ല എന്ന് തോന്നുന്നു കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളത്. അതൊക്കെ ഇനി വരും എപ്പിസോഡിൽ കാണാം. പിന്നെ സത്യഭാമയെ സത്യം പറഞ്ഞ് ബോധ്യമാക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ശാലിനിയുടെ ഭാഗത്ത് തെറ്റില്ല, ശാലിനിയും പിന്നീടാണ് വിഷ്ണുവിൻ്റെ മരണം അറിഞ്ഞത് എന്നുള്ളത് ഭാമയെ ആര് പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.